ആ പടി ഇങ്ങോട്ട് കയറണ്ട. ഈ പടി ചവിട്ടില്ല എന്ന് പറഞ്ഞാണല്ലോ പോയത്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവിടെ നിന്ന് പറഞ്ഞാൽ മതി. അച്ഛാ അങ്ങനെ വിളിക്കണ്ട, അതെനിക്ക് ഇഷ്ടമല്ല. എന്തെങ്കിലും പറയാനുണ്ടോ? ഇന്ന് രാവിലെ നിമ്മിക്ക് എന്ത് പറ്റി? എനിക്ക് എന്റെ നിമ്മയെ കണ്ടാ മതി. എനിക്ക് അവളോടാ സംസാരിക്കാനുള്ളത്. ഇനി അത് നടക്കില്ല. അവളെ കാണാൻ പോലും പറ്റില്ല. എനിക്ക് കണ്ടേ തീരൂ. കണ്ടിട്ടേ ഞാൻ പോവൂ. നിങ്ങളെ അവൾക്ക് കാണണമെന്നില്ലെന്ന്. അത് നിങ്ങൾ പറഞ്ഞാ പോരല്ലോ. അവള് പറട്ടെ. അത് പറയാൻ പോലും അവളിനി നിങ്ങളുടെ മുമ്പിൽ വരില്ല. അവളെ കാണാതെ ഞാൻ പോവില്ല. എന്നെ കൊന്നാലും ഞാൻ പോവില്ല. എന്റെ മോളെ നിമ്മയെ എനിക്ക് കാണണം. ദയവായിട്ട് എന്നെ അനുവദിക്കും. എന്റെ വീട്ടിൽ കയറുമെന്ന് ബഹളം ഉണ്ടാക്കരുത്. തുടരെ തന്നെ. ആർക്കും എന്നെ തടയാൻ പറ്റില്ല. എന്റെ ഭാര്യ മോളെയും കൂടെ ഞാൻ പോവും. എന്താ ബാല ഇത്? വേണ്ട, അയാള് കാണട്ടെ, ഞാൻ സംസാരിക്കാം. ഇതെന്റെ വീടാണ്. ഇവിടെ ഒന്ന് ബഹളം ഉണ്ടാക്കണ്ട. പറയാനുള്ളത് എന്താണെന്ന് വെച്ചാ പറയാം. ഇന്നലെ എന്തൊക്കെ ഉണ്ടായെന്ന് എനിക്കറിയില്ല. പറ്റിപ്പോയി. എന്തായാലും നീ ബാലേട്ടനോട് ക്ഷമിക്കും. ഇന്നലെ വരെ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിട്ടുണ്ട്, സഹിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീക്ക് സഹിക്കാവുന്നതിന്റെ പരമാവധി ഞാൻ സഹിച്ചിട്ടുണ്ട്. ഏത് കഷ്ടപ്പാടിലും ദുരിതത്തിലും നിങ്ങളുടെ കൂടെ ഞാൻ നിന്നു, സ്നേഹിച്ചു. കണ്ണീരോടെ അല്ലാതെ മുഖം കറുത്തൊരു വാക്ക് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്നലെ രാത്രി മുതൽ നിങ്ങളോട് എനിക്ക് വെറുപ്പാണ്. എന്താ നീ പറയണേ? അതിന് മാത്രം എന്താ ഉണ്ടായേ? അത് ശരി, എന്താ ഉണ്ടായെന്ന്? സകലതും വിറ്റ് തൊലച്ചു. മദ്യത്തിന് വേണ്ടി അഭിമാനം വരെ വിറ്റു. സ്വന്തം ഭാര്യ വിൽക്കുന്നു വിചാരിച്ചില്ല. ആവശ്യം പറഞ്ഞ കൊന്നുകളെ ഞാൻ എന്താ പറഞ്ഞേ? വിൽക്കുന്നോ? എന്റെ അച്ഛനെ തുടരുത്. ശരിയല്ലേ പറഞ്ഞത്? നിങ്ങൾക്ക് മാനാഭിമാനങ്ങൾ ഒന്നുമില്ല. എന്തും ചെയ്യും. ഒരിത്തിരി ധൈര്യം കൂടി അയാൾക്കുണ്ടായിരുന്നെങ്കിൽ ഇന്നലെ രാത്രി നിങ്ങളുടെ കട്ടിലിൽ കിടക്കണത്. സ്വന്തം ഭാര്യയുടെ മാനം നോക്കാൻ ശേഷിയില്ലാത്തൊരു പുരുഷന്റെ കൂടെ ജീവിക്കാൻ ഒരു പെണ്ണും ഇഷ്ടപ്പെടില്ല. ഇനി എനിക്ക് പേടിയാണ്. നിങ്ങൾ എനിക്ക് പേടിയാണ്. ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല. നമുക്ക് പിരിയാം. അങ്ങനെ പറയരുത് നിമ്മി. എങ്ങോട്ടാ? എന്റെ മകള് നിങ്ങളെ മനസ്സാ വരിച്ചതാ, ഓർമ്മയുണ്ടോ? ഇപ്പൊ അവള് നിങ്ങളെ മനസ്സാൽ ഉപേക്ഷിച്ചിരിക്കില്ല. നിമ്മിക്ക് അതിന് കഴിയില്ല. അവൾ എന്റെയാണ്, എന്റെ കുഞ്ഞിന്റെ അമ്മയാണ്. ഞാൻ എനിക്ക് താലിയാണ് അവളെ കഴുത്തി കിടക്കുന്നത്. താലി ഇതാ നിന്റെ താലി. ബാക്കി നമുക്ക് കോടതി കാണാം.